വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഇലയട എന്ന് തന്നെ പറയാം. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് പഴം കൊണ്ടാണ്. അപ്പോൾ പഴം ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് അറിയത്ത് പോലുമില്ല. കുട്ടികളൊക്കെ പഴമൊക്കെ കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അവർക്ക് വളരെ ഇഷ്ടപ്പെടും. നമ്മളിതിൽ പഴം ചേർത്തിട്ടുണ്ടെന്ന് കുട്ടികൾ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ അവർ കഴിച്ചോളും. അപ്പം ഈ ഒരു ഇലയടയുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഇലയുടെ എങ്ങനെയാണെന്ന്. ഇതിൽ നമ്മൾ എന്താ പറയുക, പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തി എന്ന് തന്നെ പറയാം. അതുപോലെ ഇതിൽ ചേർത്തിരിക്കുന്ന ഫില്ലിങ്ങും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കാരണം ഇത് നല്ലൊരു സോഫ്റ്റ് ഇലയുടെ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഏത്തപ്പഴമാണ്. തൊലി കറുത്തുപോയ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം. ഇത് ഒരുപാട് ഓവർ പഴുപ്പൊന്നും ആയിട്ടില്ല, എന്നാലും തൊലി ഒന്നും കറുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു ഞെട്ട് ഭാഗമൊക്കെ എല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങുകയോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആവിയിലാണ് പുഴുങ്ങുന്നത്. നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു ഇഡ്ഡലിച്ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തിളച്ച് വന്നപ്പം ഞാനിത് നമ്മുടെ ഈ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ്, ഒരു മീഡിയം ഫ്ലെയിമിൽ 5-10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. ഇപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതേ ഞാനിപ്പോൾ പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു തൊലിയും പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുത്തൊരു എന്താ പറയുക, ഞെട്ട് പോലത്തെ ഒരു ഭാഗമില്ലേ, അതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് മാറ്റി കൊടുക്കണം. കാരണം നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. കുട്ടികൾക്ക് അത് കഴിച്ചാൽ വയറുവേദന ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പം അത് മാറ്റി കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല എങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇപ്പം ചൂടോടുകൂടി ഒന്ന് എന്താ പറയുക, ഉടച്ചെടുത്താൽ മാത്രമേ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു ചൂട് വേണം, ഒരുപാട് ഒട്ടും ചൂടില്ലാത്ത എന്തായിട്ട് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഓരോരോ ഭാഗങ്ങൾ ഞാൻ നന്നായിട്ടൊന്ന് മാറ്റി എടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഞാരുള്ളതും ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്കൊരു ആദ്യം തന്നെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പം നന്നായിട്ടൊന്ന് ഞാൻ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറി വരും. ചൂടോടുകൂടി മിക്സിയിലിട്ടടിച്ചാൽ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ ചൂട് വേണം കേട്ടോ. ഒരുപാട് ചൂട് തണുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരുവിധം ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചേർക്കണം. ഇനി ഏലക്കയുടെ പൊടി ഇല്ല എങ്കിൽ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. അഥവാ പൊടി ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കുഴക്കുന്ന സമയത്ത് മതി. അപ്പോൾ നമ്മൾ എല്ലാ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അഥവാ ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് അരയുന്നില്ല എങ്കിൽ ചെറു ചൂടുവെള്ളം ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, 2 സ്പൂൺ മാത്രം ചെറു ചൂടുവെള്ളം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്, ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഏലക്കാപ്പൊടിയാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി പഴം നല്ല ഇതിലൊരു എന്താ പറയുക, മോയ്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി നമുക്ക് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വേണ്ടത് ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളമാണ് കേട്ടോ ഇത്. തിളച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് ആദ്യം കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, സ്പൂൺ കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ എടുക്കണം, കാരണം അല്ലെങ്കിൽ പൊടി സോഫ്റ്റ് ആവത്തില്ല. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് സോഫ്റ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല, എന്നാലും ഒരുവിധം ഒന്ന് ആ ഒരു പരുവത്തിൽ ഒരു എന്താ പറയുക, ലൂസായ ഒരുവിധം നല്ല സോഫ്റ്റായ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കുക. ചൂടുവെള്ളം എടുത്താൽ മാത്രമേ നമ്മളുടെ
ഈ പൊടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ചത് ഹാർഡാവും. നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഹാർഡാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ചൂടുവെള്ളം തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ മോയ്സ്റ്റും അതുപോലെ പൊടിയുടെ എന്തും അനുസരിച്ചായിരിക്കും കേട്ടോ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ എനിക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞാൻ ഒരുവിധം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കരുത്. നെയ്യ് പ്രത്യേകം ചേർക്കുക. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ചേർക്കാൻ മറക്കരുത്. അതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ അടക്ക് പ്രത്യേക ഒരു സ്വാദ് തരുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് കണ്ടോ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചൊരു 5 മിനിറ്റോളം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനൊരു ഫില്ലിങ് വേണം. ആ ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് വരെ നമുക്കിതൊന്ന് ആദ്യം തന്നെ കുഴച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുവിധം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതേ ഞാൻ മൂടി കൊണ്ട് അടച്ചിവിടെ വെക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടി നമ്മളിവിടെ ശർക്കര ഒരു ഏകദേശം 3/4 കപ്പോളം ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരുവിധം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ ആദ്യം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. കാരണം അതിലേക്ക് കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒരു 3/4 കപ്പോളം തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് ഈ ശർക്കര പാനിയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും കൂടി പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നത്. ചുക്ക് പൊടിയും കൂടി ചേരുമ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുവിധം ഒന്ന് ഇപ്പം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇപ്പം നിർത്തുകയാണ് കേട്ടോ, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയും ഒരുപാട് വഴറ്റി വരുമ്പം നമ്മളുടെ ഇതൊരു ഭയങ്കര ഹാർഡായിപ്പോവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിവിടെ ഒരു ഇലയിൽ ഒരു ബോളാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പരത്തി വളരെ നേർത്ത രീതിയിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഏത് ഷേപ്പാണോ ആ ഒരു കോണോട് കോണോ അല്ലെങ്കിൽ ഹാഫായിട്ട് എടുത്തിട്ട് അങ്ങനെ മടക്കി നമ്മൾ ഇലയുടെ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗങ്ങളും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പുറത്തൊന്നും ഫില്ലിങ്ങൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ബോളായിട്ട് എടുത്തിട്ട് പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തായി കിട്ടും കണ്ടോ. നന്നായിട്ട് തന്നെ പരന്ന് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പരന്ന് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഫില്ലിങ് കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ആവി കയറ്റാൻ ഇഡൽപാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ചെറുതായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഇലയുടെ എല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ഒരുമിച്ച് എടുക്കുന്നില്ല. ഞാൻ ആദ്യം പകുതി വെച്ചിട്ട് ബാക്കി പകുതി പിന്നീടാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ ആദ്യം ഞാനിപ്പോൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ പകുതിയോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി കൊണ്ട് അടച്ച് ഇതൊരു 5 മിനിറ്റോളം 5 അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5-10 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ആവശ്യമില്ല, ഒരു 5-6 മിനിറ്റോളം ആവി കയറ്റി എടുക്കുന്നുണ്ട്. കണ്ടോ ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇലയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു ചൂടാറിയതിന് ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ നല്ല കളർഫുള്ളായ ഒരു ഇലയുടെയാണ്. കാരണം നമ്മൾ ഇതിനകത്ത് പഴമൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു കളറാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതിൽ നമ്മൾ പഴം ചേർത്തിട്ടുണ്ടെന്നുള്ള ഒരു അത്രയ്ക്ക് ഫ്ലേവറൊന്നും വരത്തില്ല. കാരണം 2 പഴമല്ലേ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരുപാട് ഫ്ലേവറൊന്നും വരത്തില്ല. പക്ഷേ ആവശ്യത്തിന് പ്രോട്ടീനും ഒക്കെ എല്ലാം കിട്ടും. അപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ അവർ നല്ലതുപോലെ കഴിച്ചോളും. പഴം ഉണ്ടെന്നുള്ള ആ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ, പക്ഷേ ഗുണം ഉണ്ടാവും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഇത് തയ്യാറാക്കി നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.